ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം 300 ദിവസത്തിനുള്ളിൽ കുറഞ്ഞത് 300 കുട്ടികളെങ്കിലും കൊല്ലപ്പെട്ടതായി UN ശിശുക്ഷേമ ഏജൻസിയായ യുനിസെഫ്. കഴിഞ്ഞ ഒക്ടോബറിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നുവെങ്കിലും ശരാശരി ഓരോ ദിവസവും ഒരു കുട്ടി വീതം കൊല്ലപ്പെടുന്ന ദാരുണമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നൂറുകണക്കിന് കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നും തങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത അക്രമരഹിതമായ ഒരു ജീവിതത്തിനായി ഗസയിലെ കുട്ടികൾ ഇപ്പോഴും കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗസയിലെ ജനസംഖ്യ ഭൂരിഭാഗവും ഇപ്പോൾ ഗസ മുനമ്പിന്റെ 1/3 ഭാഗത്തേക്ക് മാത്രം ഒതുക്കപ്പെട്ടിരിക്കുകയാണ്. തകർന്ന കെട്ടിടങ്ങൾക്കും അവശിഷ്ടങ്ങൾക്കും മാലിന്യ കൂമ്പാരങ്ങൾക്കുമിടയിൽ അതീവ അപകടകരമായ സാഹചര്യത്തിലാണ് പല കുടുംബങ്ങളും കഴിയുന്നത്. കുടിവെള്ളത്തിന്റെ അഭാവം, തകർന്ന ശുചിത്വ സംവിധാനങ്ങൾ, പകർച്ചവ്യാധികൾ, കടുത്ത പോഷകാഹാരക്കുറവ് എന്നിവ കുട്ടികളുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. ഭക്ഷണമില്ലാതെ തളർന്ന അമ്മമാർ പ്രസവിക്കുന്ന കുട്ടികൾ ഗുരുതരാവസ്ഥയിലാണ്. മാസം തികയാതെയുള്ള പ്രസവങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രികളിൽ ആവശ്യത്തിന് ഇൻക്യുബേറ്ററുകൾ ലഭ്യമല്ലാത്തതിനാൽ ഒരു ഇൻക്യുബേറ്ററിൽ തന്നെ 2-3 കുട്ടികളെ കിടത്തേണ്ട സാഹചര്യമാണുള്ളത്. മരുന്നുകളുടെയും ചികിത്സാ ഉപകരണങ്ങളുടെയും കടുത്ത ദൗർബല്യം ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. ഒക്ടോബർ 2025 വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഗസയിൽ മൊത്തം 1209 പേർ കൊല്ലപ്പെടുകയും 3943 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. വിദ്യാലയങ്ങളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുകയാണ്. അമേരിക്കയുടെ നേതൃത്വത്തിൽ പുതിയ സമാധാന പദ്ധതികൾ ചർച്ചയിലുണ്ടെന്ന വാർത്തകൾ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ഇത് വെറും വാഗ്ദാനങ്ങൾ മാത്രമാകരുതെന്ന് യുനിസെഫ് ആശങ്കയറിയിക്കുന്നു. ഹമാസിന്റെ പൂർണ്ണ നിരായുധീകരണമായിരുന്നു ഇസ്രായേലിന്റെ ആവശ്യം. ഈ ആവശ്യത്തോട് ഹമാസ് അനുകൂല നിലപാടെടുത്തെങ്കിലും ഇസ്രായേൽ ഇത് അംഗീകരിക്കാതെ ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യമാണുള്ളത്. ഒക്ടോബറിലെ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ തുടർച്ചയായി ലംഘിക്കുന്നത് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയെ പ്രതികൂലമായി ബാധിക്കുമെന്നും ട്രംപിന്റെ സമാധാന പ്രഖ്യാപനത്തിനു പിന്നാലെ ഗസയിൽ ആക്രമണത്തിൽ വൻ വർധനവ് ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ഒക്ടോബറിൽ ഇസ്രായേലിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇതാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ട്രംപിന്റെ പദ്ധതി പൂർണ്ണമായും തള്ളാതെ സൈനിക പിന്മാറ്റം നീട്ടിക്കൊണ്ടുപോകാനും തെരഞ്ഞെടുപ്പ് വരെ വോട്ടർമാരെ തൃപ്തിപ്പെടുത്താനുമാണ് നെതന്യാഹുവിന്റെ ശ്രമമെന്ന് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നു. അതേസമയം സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന മധ്യസ്ഥരും ഹമാസ് നേതാക്കളും വ്യക്തമാക്കി. ആയുധശേഖരം ഇസ്രായേലിന് കൈമാറുന്നതിനു പകരം പലസ്തീനിൽ തന്നെ പ്രത്യേക സമിതിക്കു കീഴിൽ സൂക്ഷിക്കാമെന്ന് ഹമാസ് വ്യക്തമാക്കിയതായാണ് സൂചനകൾ. ഗസയിലെ ആക്രമണങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കാനും സൈന്യത്തെ പിൻവലിക്കാനും ഇസ്രായേൽ തയ്യാറാകണമെന്ന് ഹമാസ് ആവശ്യപ്പെടുമ്പോൾ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്നാണ് ഇസ്രായേൽ നിലപാട്. ഗസ മുനമ്പിൽ ഇസ്രായേൽ തുടരുന്ന നിയമലംഘനങ്ങളെയും ആക്രമണങ്ങളെയും ശക്തമായി അപലപിച്ച് സൗദി അടക്കമുള്ള അറബ് രാജ്യങ്ങളും രംഗത്തെത്തി. സൗദി കൂടാതെ ജോർദാൻ, UAE, ഖത്തർ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത്. ആരോഗ്യ കേന്ദ്രങ്ങൾ, മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, സാധാരണക്കാർ താമസിക്കുന്ന ഇടങ്ങൾ എന്നിവയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളും സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നതും അന്താരാഷ്ട്ര മാനുഷിക തത്വങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്ന് വിദേശകാര്യ മന്ത്രിമാർ ചൂണ്ടിക്കാട്ടി. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി കുടിയേറ്റക്കാർ നടത്തുന്ന അതിക്രമങ്ങൾ, അനധികൃത ഭവന നിർമ്മാണങ്ങൾ, ജെറുസലേമിലെ നിലവിലെ സ്ഥിതി മാറ്റാനുള്ള നീക്കങ്ങൾ എന്നിവയുമായി ചേർത്തു തന്നെ വേണം ഗസയിലെ ആക്രമണങ്ങളെയും കാണാൻ. ശക്തി ഉപയോഗിച്ച് പുതിയ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനും ദ്വിരാഷ്ട്ര പരിഹാരമെന്ന ആശയം തകർക്കാനും പലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശങ്ങൾ ഇല്ലാതാക്കാനുമുള്ള ആസൂത്രിത ശ്രമങ്ങളുടെ ഭാഗമാണിത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.